പിന്നാക്ക വിഭാഗത്തിനെതിരെ കടുത്ത അധിക്ഷേപ പരാമർശവുമായി മധ്യപ്രദേശിലെ കോൺഗ്രസ് MLA. ദളിത് ആദിവാസി സ്ത്രീകളെ ബലാത്സംഗം ചെയ്താൽ ആത്മീയ ഗുണം ലഭിക്കും എന്നാണ് MLA പൂൽ സിംഗിന്റെ അധിക്ഷേപം. മതഗ്രന്ഥങ്ങളിൽ അത്തരം നിർദ്ദേശങ്ങളുണ്ട് എന്നാണ് MLAയുടെ വിചിത്രവാദം. ആ പരാമർശം കേൾക്കാം. मेरी बहन बेटी इंडिया में सबसे ज्यादा रेप किसके होते हैं? शेड्यूल कास्ट, शेड्यूल ट्राइब और मोस्ट ओबीसी होते हैं. तो मेरा कहने का मतलब है, रेप की थ्योरी ये है कि कोई भी कैसी भी दिमाग का आदमी रस्ते में जा रहा है, उसे खूबसूरत अगर लड़की दिखी, सुंदर, अति सुंदर, तो उसका ब्रेन है वो इधर वो विचलित हो सकता है, तो रेप हो सकता है. आदिवासी में कौन सी अति सुंदर स्त्री है? SC की कौन सी अति सुंदर स्त्री है? मोस्ट ओबीसी में ऐसी स्त्रियां सुंदरियां हैं. क्यों होता है बलात्कार? उनके धर्म ग्रंथों में इस तरह की निर्देश दिए गए. MLAക്കെതിരെ കടുത്ത പ്രതിഷേധമുയരുന്നുണ്ട്. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഏത് മതഗ്രന്ഥത്തിലാണ് ഇത്തരം പരാമർശങ്ങളൊക്കെ ഉള്ളത് എന്നത് നമുക്കറിയില്ല. ഇതിൽ ഏറ്റവും നിർഭാഗ്യകരമായി തോന്നുന്നത് അംബേദ്കറുടെ ഒരു ചിത്രം കാണുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അനുജ, ഒരു MLA എന്നല്ല, ഒരു മനുഷ്യന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഭാഷയിലാണ് അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനയാണ് ഈ കോൺഗ്രസിന്റെ MLA ആയിട്ടുള്ള പൂൽ സിംഗ് ബരയ്യ നടത്തിയിരിക്കുന്നത്. അതായത് സുന്ദരിയായ പെൺകുട്ടി പുരുഷന്റെ ശ്രദ്ധ തിരിക്കും, മാത്രമല്ല പിന്നാക്ക സമുദായങ്ങളിലെ സ്ത്രീകൾ സുന്ദരികൾ അല്ലെങ്കിലും ബലാത്സംഗത്തിന് ഇരയാകുന്നു. ദളിത് ആദിവാസി സ്ത്രീകളെ ബലാത്സംഗം ചെയ്താൽ ആത്മീയ ഗുണം ലഭിക്കും, ഇത് ചില മതഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് ഈ പ്രതികരണം. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മതഗ്രന്ഥം ഏതാണെന്ന് പോലും ആർക്കും അറിയില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. എന്തായാലും ഇത് ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ മധ്യപ്രദേശിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. BJP പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മാനസിക അവസ്ഥയാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത് എന്നൊരു വിമർശനം BJP രംഗത്തെത്തി. എന്നാൽ ഈ പ്രസ്താവനയിൽ നിന്ന് പൂർണ്ണമായും അകലം പാലിച്ചാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളുള്ളത്. കോൺഗ്രസിന്റെ അവിടുത്തെ PCC അധ്യക്ഷനായിട്ടുള്ള ജിതു പട്ടുവാരി പറഞ്ഞിരിക്കുന്നത് അത് വ്യക്തിപരമായി പറഞ്ഞതാണ്. ഒരു ബലാത്സംഗത്തെയും ന്യായീകരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന ഒരു നിലപാട് അറിയിക്കുന്നു. പക്ഷെ എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള വിമർശനം ഈ MLAക്കെതിരെ ഉയരുന്നു. പക്ഷേ ഈ പരാമർശത്തിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം ഈ നിമിഷവും തയ്യാറാകുന്നുണ്ടോ? വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നു വരുന്നുണ്ടല്ലോ. അനുജ, ഇതുവരെയും ഒരു ക്ഷമാപണമോ അല്ലെങ്കിൽ താൻ നടത്തിയ പ്രസ്താവനയിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്താൻ, തിരുത്തൽ വരുത്താനായി MLA ഇതുവരെയും തയ്യാറായിട്ടില്ല. അത്തരം ഒരു സൂചനകളോ വിവരങ്ങളോ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും ആ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നത് തന്നെയാണ് പ്രകടമാകുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇത് തിരുത്തപ്പെടേണ്ടതാണ്. എന്തായാലും കോൺഗ്രസ് പാർട്ടി ഇദ്ദേഹത്തിനെതിരെ നടപടികൾ സ്വീകരിച്ചേക്കുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്തായാലും ഇത് കൃത്യമായ നടപടി സ്വീകരിച്ച് വിലക്കേണ്ട ഒന്നായി തന്നെ കാണേണ്ട ഒരു പ്രസ്താവനയാണ് അനുജ. മധ്യപ്രദേശിലെ കോൺഗ്രസ് MLA പൂൽ സിംഗിന്റെ ഭാഗത്തു നിന്നാണ് അങ്ങേയറ്റം അധിക്ഷേപകരമായ പരാമർശമുണ്ടായത്. കോൺഗ്രസ് നടപടിയെടുക്കും എന്ന് നമ്മൾ കരുതുകയാണ്. വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.